ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ ലൈവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ അവസാന ആഴ്ചയിലേക്ക് കയറിയിരിക്കുകയാണ്. 10ാമത്തെ ആഴ്ച ഇന്നു മുതൽ തുടങ്ങുകയാണെന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഒരു വ്യക്തിഗത മത്സരം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ കളിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ അധികാരം, നോമിനേഷൻ മുക്തി, ഹൗസിലെ മൊത്തം നിയന്ത്രണം ഇതെല്ലാം തന്നെ ക്യാപ്റ്റന് മാത്രം ഉള്ളതായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വം, അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ഒരു ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ക്യാപ്റ്റൻ നന്ദനയാണെന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഓരോ ടീം ഡിവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ള. ഇതിൽ ജസ്റ്റ് ഓരോ റൂമിനും പേര് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു റൂമിനും ഒരു രീതിയിലുള്ള വാല്യൂ ഇല്ല. എല്ലാം തന്നെ ക്യാപ്റ്റന് മാത്രമുള്ളൂ കൃത്യമായ രീതിയിലുള്ള വാല്യൂ, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ എല്ലാം തന്നെ ക്യാപ്റ്റന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇവിടെ ടണൽ ടീമിലോട്ട് മാറ്റിയിട്ടുള്ളത് നമ്മുടെ ബാത്റൂം ടീമിനെയാണ്. അതിൽ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ സായി വരുന്നുണ്ട്, പിന്നെ സിജോ വരുന്നുണ്ട്, അപ്സര വരുന്നുണ്ട്. അപ്പം ബാത്റൂം ടീം ഇവരാണ്. ഇവർ ടണൽ റൂമിലാണ് കിടക്കേണ്ടത്. പിന്നീട് ഫ്ലോർ നോക്കുവാണെങ്കിൽ ജാസ്മിന്, അതോടൊപ്പം തന്നെ അർജുന്, അഭിഷേക് ഇവർ നെക്സ്റ്റ് റൂമിലാണ് കിടക്കേണ്ടത്. പിന്നീട് നോക്കുവാണെങ്കിൽ കുക്കിംഗ് ടീമാണ്. അവിടെ ഋഷി വരുന്നുണ്ട്, ശ്രീതു വരുന്നുണ്ട്, നോറ വരുന്നുണ്ട്, അൻസിബ് വരുന്നുണ്ട്. അത് പീപ്പിൾസ് റൂം. ഇനിയിപ്പം നമുക്ക് പവർ റൂം എന്ന് പറയാൻ പറ്റത്തില്ല, പീപ്പിൾസ് റൂമാണ്. അതിൽ ശ്രീതുവിന് താമര മുറിയിൽ കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശ്രീതുവിനെയും അതുകൊണ്ട് തന്നെ അവരെ കൺസിഡർ ചെയ്ത് അവരിപ്പോൾ പീപ്പിൾസ് റൂമിലോട്ട് ആക്കിയിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള വെസലാണ് ജിൻഡോയും അതോടൊപ്പം തന്നെ രശ്മിനുമാണ്. അവർ ഡെൻ ടീമിലാണ്. അവർ രണ്ടുപേരും മാത്രമുള്ള വെസലുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എടോ പോടോ എന്നുള്ള വിളിയൊക്കെ തന്നെ ഇനിയിപ്പം രശ്മിൻ കേൾപ്പിക്കോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ജിൻഡോയ്ക്ക് പണി കിട്ടുമോ അല്ലെങ്കിൽ രശ്മിന് പണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ വഴി അറിയേണ്ട ഒരു കാര്യം തന്നെ.